പ്രൈസ് ലോർഡ്. റഹബത്ത് പ്രയർ ഫെലോഷിപ്പിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണുനീർ കാണുന്ന യേശു. അതിനാധാരമായി വചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി 21:14-15-16. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉടൻ നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അൻപിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. എല്ലാവർക്കും സുപരിചിതമായ ഒരു ദൈവവചനമാണിത്. പ്രിയപ്പെട്ടവരെ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അബ്രാം സാറയുടെ വാക്ക് കേട്ട് തൻ്റെ ദാസിയായ ഹാഗാറിനെയും പൈതലിനെയും ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു പശ്ചാത്തലമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു ഹാഗാർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകുന്നില്ല പെട്ടെന്ന് ഇപ്രകാരം ഒരു അവസ്ഥ അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. എങ്കിൽ രാവിലെ എഴുന്നേറ്റ് തുരുത്തിയിൽ വെള്ളവും അപ്പവും കൊടുത്ത് ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുക എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് അവളെപ്പറ്റി ചിന്തിച്ചു നോക്കാം. അവളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു അവസ്ഥ എന്താണ്? മുൻപോട്ട് നോക്കുമ്പോൾ അവൾക്ക് ഒരു വഴിയില്ല, ആരും അവളെ സഹായിപ്പാനില്ല. പുറകോട്ട് നോക്കിയാൽ തിരിച്ചിനി അബ്രഹാമിൻ്റെ വീട്ടിലോട്ടൊരു ആക്സസ് ഇല്ല. എന്ത് ചെയ്യും? എങ്കിൽ പ്രിയ ദൈവമക്കളെ, എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, ആ സമയത്തും ഹാഗാറിൻ്റെ സൃഷ്ടികർത്താവായ ദൈവം അവളെയും ബാലനായ ഇഷ്മായേലിനെയും തള്ളിക്കളഞ്ഞില്ല, അവരെ മറന്നുപോയില്ല. അവൾ ആ തുരുത്തിലെ വെള്ളവും അപ്പവുമായി മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ ബേർഷേബ മരുഭൂമിയിൽ കൂടെ ഉഴന്ന് നടക്കുമ്പോൾ വെള്ളം തീർന്നു, അപ്പം തീർന്നു, ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. ആ കുഞ്ഞിനെ ഒരു കുറുങ്കാട്ടിൻ തണൽ ഇട്ടേച്ച് അല്പം ദൂരം മാറിയിരുന്ന് അവൾ കരയുകയാണ്. ബാലൻ്റെ നിലവിളി അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഒരു വഴി അവളുടെ മുമ്പിൽ അടഞ്ഞു എങ്കിൽ കർത്താവ് വേറൊരു വഴി അവൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഇതാണ് ഇതിനു മുൻപേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഒരു വഴി അടയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വേറൊരു വഴി തുറക്കാതെ നമ്മുടെ ഒരു വഴി അടയ്ക്കത്തില്ല. ആ മരുഭൂമിയിലെ ആ നീരുറവ അപ്പം അവിടെ വെച്ച് പൊട്ടിപ്പുറപ്പെട്ടതൊന്നുമല്ല. എങ്കിൽ അവളുടെ നിലവിളിയുടെ മുമ്പിൽ, ഇല്ലെങ്കിൽ ഇഷ്മായേലിൻ്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം ആ നീരുറവയെ അവളുടെ കണ്ണ് തുറന്ന് അത് കാണുവാൻ ഇടയായി തീർന്നു. അതുപോലെ എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളൊരു സന്ദേശം, കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ഒരു ദൈവം. ദൈവമക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മടങ്ങിയ മുഴങ്കാലും തകർന്ന ഹൃദയം, നിറഞ്ഞ കണ്ണുകൾ, മലർന്നൊരു കൈ നിൻ്റെ ജീവിതത്തിലുണ്ടോ? ഒരിക്കലും നീ നിൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല. ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ പൂർണ്ണമായി ഇന്ന് നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്. ഏത് നിലവിളികളുടെ മുമ്പിലും ഇറങ്ങി വരുന്ന ഒരു ദൈവം. നിങ്ങൾ അറിയാത്ത മേഖലകളിൽ, അറിയാത്ത വ്യക്തികളിൽ കൂടെ, അറിയാത്ത ആക്സസ്സുകളെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന്, ഒന്ന് നീ ദൈവസനിൽ നിൻ്റെ മുട്ടുമടക്കുവാൻ തയ്യാറാണോ? ദൈവസനിൽ നിൻ്റെ ഹൃദയത്തെ ഒന്ന് പകരുവാൻ തയ്യാറാണോ? സ്വർഗം ആ ഹാഗാറിൻ്റെയും തൻ്റെ പൈതലിൻ്റെയും ജീവിതത്തിൽ വഴി തുറന്ന ദൈവം ഇന്നും എനിക്ക് നിനക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു. മുമ്പുള്ളവയെ നീ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, അതിപ്പോൾ ഉത്ഭവിക്കും. മരുഭൂമിയിൽ വഴികളും നിർജ്ജന പ്രദേശത്ത് നീരുറവുകളും തുറന്നു നിന്ന് മാനിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ യേശു ഇന്ന് എനിക്കും നിനക്ക് വേണ്ടി ഉയരത്തിൽ ജീവിക്കുന്നു. ഒന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ?
ഒരിക്കലും കണ്ണുനീരിൻ്റെ മധ്യത്തിൽ മിണ്ടാതിരിക്കുന്ന ദൈവമല്ലേ എൻ്റെ ദൈവം. പാട്ടുകാരൻ പോലും ഇപ്രകാരം പറയുന്നു, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വാലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനം തളരാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനം തളരാതെ, നിന്മനം പതരാതെ, നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. പ്രിയ സഹോദരങ്ങളെ, പാട്ടുകാരൻ പോലും ഇപ്രകാരം പറയും, നിന്മനം പതറാതെ, നിന്മനം തളരാതെ, നിന്നോട് കൂടെ എന്നുമുണ്ടെന്ന് അരുളി ചെയ്ത യേശു ഇന്നും നിൻ്റെ സങ്കടങ്ങളിൽ, നിൻ്റെ നിരാശകളിൽ, നിൻ്റെ പ്രയാസങ്ങളിൽ ജീവിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ശ്രവിക്കുന്ന നിൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ എല്ലാ വാതിലുകളും എൻ്റെ മുമ്പിൽ അടഞ്ഞു, ഇനിയും എനിക്കൊരു ആക്സസ് ഇല്ല, ഇനിയും മുമ്പോട്ട് എനിക്കൊരു വഴിയില്ലെന്ന് ചിന്തിച്ച് ഭാരത്തോടും പ്രയാസത്തോടും ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവെ, നിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഇപ്പോൾ ഞാൻ ഒരു വഴി തുറക്കും എന്നരുളി ചെയ്ത ദൈവം അവർക്ക് വേണ്ടി ഇന്നും എൻ്റെ സ്വർഗം ഉയരത്തിൽ ജീവിക്കുന്നു ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അവരെ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അടയപ്പെട്ട എല്ലാ വാതിലുകളും വഴികളും സ്വർഗം അവർക്ക് വേണ്ടി തുറന്ന് ശ്രേഷ്ഠമേറിയൊരു പാതയിലേക്ക് നീ അവരെ നടത്തി അവിടുത്തെ രാജ്യത്തിൻ്റെ വേണ്ടി ഒരുക്കപ്പെട്ട് ആ നിത്യതയിൽ എത്തിച്ചേരുവാൻ നിൻ്റെ ജനത്തെ സ്വർഗം സഹായിക്കണമേ. നിൻ്റെ സാന്നിധ്യം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് പോകുവാൻ സ്വർഗം അവരെ അനുവദിക്കരുതേ. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മറുപടി കൊടുത്തിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.